Hi everybody, welcome to EduZone, the commerce platform. In the last class, we studied the first part of business studies, business, trade and commerce. In the first part, we discussed about classifications of human activities. There are two types, economic and non-economic activities. Then classifications of economic activities. സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബിസിനസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്തായിരുന്നു? ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്. അതായത് ലാഭത്തിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് ബിസിനസ്. ഓക്കെ, പിന്നെ നമ്മളതിൽ പഠിച്ചത് ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ബിസിനസ്സിൻ്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പം എക്കണോമിക് ആക്ടിവിറ്റിയിലെ ഫസ്റ്റ് ആക്ടിവിറ്റി ബിസിനസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പ്രൊഫഷൻ. Profession means it is an occupation which requires specialized knowledge, skill and training. എന്താ അങ്ങനെ പറഞ്ഞാൽ സവിശേഷമായ അറിവും യോഗ്യതയും നേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം വാങ്ങി വ്യക്തിഗതമായ സേവനം നൽകുന്ന പ്രവർത്തനമാണ് പ്രൊഫഷൻ അഥവാ ഉദ്യോഗം. അല്ലേ? അതിനൊരു എക്സാമ്പിളാണ് ഒരു ഡോക്ടർ ജോലി ചെയ്യുന്നത്. അതുപോലെ ഒരു വക്കീൽ, അയാളുടെ പ്രൊഫഷനാണ്. ഇതൊക്കെ പ്രൊഫഷനിൽ ഉൾപ്പെടുന്നു. ഡോക്ടർക്ക് പകരം തിരിച്ചെന്താ കിട്ടുന്നത്, കൊടുക്കുന്നത് നമ്മൾ ഫീസ് ആണ് പറയുന്നത് അല്ലേ? വക്കീലിനായാലും നമ്മൾ കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഫീസാണ്. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ എന്ത് വേണം? സ്പെഷ്യലൈസ്ഡ് നോളജ്, അതിൽ ഒരു സവിശേഷമായ അറിവുണ്ടായിരിക്കണം, സ്കില്ലുണ്ടായിരിക്കണം, ട്രെയിനിങ് ഉണ്ടായിരിക്കണം, നല്ല പരിശീലനം ഉണ്ടായിരിക്കണം. അല്ലാതെ ഒറ്റയടിക്ക് പോയിട്ടൊരു ഡോക്ടറാകാൻ പറ്റുമോ? ഇല്ല. അപ്പം പ്രൊഫഷൻ ഈസ് ആൻ ഓക്യുപ്പേഷൻ വിച്ച് റിക്വയർഡ് സ്പെഷ്യലൈസ്ഡ് നോളജ്, സ്കിൽ ആൻഡ് ട്രെയിനിങ്. ക്ലിയർ? ഇനി ഫീച്ചേഴ്സ് ഓഫ് പ്രൊഫഷൻ്റെ സവിശേഷതകൾ. ഇറ്റ് റിക്വയർഡ് സ്പെഷ്യലൈസ്ഡ് നോളജ്, അവർക്ക് എന്ത് വേണം? സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടായിരിക്കണം, സവിശേഷമായ അറിവ് യോഗ്യതയും ഉണ്ടായിരിക്കണം. സെക്കൻഡ് പോയിൻ്റ്, മെമ്പർഷിപ്പ് ഓഫ് പ്രൊഫഷണൽ ബോഡി മസ്റ്റ്, അവർക്ക് അവരുടേതായ ഒരു സംഘടന ഉണ്ടാവും, അതിലവർക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. ദെൻ പ്രൊഫഷൻ ഹാവ് എ കോഡ് ഓഫ് കണ്ടക്റ്റ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നിങ്ങളിവിടെ അഡ്മിഷൻ്റെ സമയത്ത് ഒരു ഫോം ഫില്ല് ചെയ്തിരുന്നു, കോഡ് ഓഫ് കണ്ടക്റ്റ് എന്നിട്ട് എന്താണ്? പെരുമാറ്റച്ചട്ടങ്ങൾ. അവർ പറയുന്ന ഒരു പെരുമാറ്റച്ചട്ടങ്ങൾ അവർക്കുണ്ടാവും, ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ടാവും. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ. അപ്പോൾ നിങ്ങൾ നമ്മുടെ MICയിൽ ജോയിൻ ചെയ്ത സമയത്ത്, നമ്മുടെ സ്ഥാപനത്ത് ജോയിൻ ചെയ്ത സമയത്ത് ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ദെൻ ദേ ചാർജ് ഫീസ് ഇൻ റിട്ടേൺ ഓഫ് ദെയർ സർവീസ്. അവരുടെ റിട്ടേൺ, ഈ പ്രൊഫഷണൽസൊക്കെ അവർക്ക് ചെയ്ത ജോലിക്ക് തിരിച്ചു കിട്ടുന്നത് എന്താണ്? ഫീസ് എന്ന രൂപത്തിലാണ് അവർക്ക് കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ റിക്വയർഡ് സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടായിരിക്കണം. മെമ്പർഷിപ്പ് പ്രൊഫഷണൽ ബോഡി മസ്റ്റാണ്. പ്രൊഫഷൻ ഹാവ് എ കോഡ് ഓഫ് കണ്ടക്റ്റ്. ദേ ചാർജ് ഫീ ഇൻ റിട്ടേൺ ഓഫ് ദെയർ സർവീസ്. ഫീസാണ് റിട്ടേൺ ആയിട്ട് വാങ്ങുന്നത്. മൂന്നാമത്തെ ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ്. എന്താ എംപ്ലോയ്മെൻറ്റ്? തൊഴിൽ. പീപ്പിൾ എൻഗേജ്ഡ് ഇൻ സം വർക്ക് ഫോർ അതേഴ്സ് റെഗുലർലി ആൻഡ് ഗെറ്റ് സാലറി ഓർ വേജ് ഇൻ റിട്ടേൺ ഓഫ് ദെയർ സർവീസ്. അതായത് അതേഴ്സാണ്. അതേഴ്സ് എന്ന് പറഞ്ഞാൽ തൊഴിലുടമയ്ക്ക് വേണ്ടി ശമ്പളമോ കൂലിയോ കൈപ്പറ്റി ഒരു തൊഴിലാളി ചെയ്യുന്ന സാമ്പത്തിക പ്രവർത്തനമാണ് തൊഴിൽ. ഓക്കെ, ഒന്നും കൂടിയും പറയാം. പീപ്പിൾ എൻഗേജ്ഡ് ഇൻ സം വർക്ക്, തൊഴിലാളികൾ വർക്കിൽ എൻഗേജ് ചെയ്യാണ്. ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് തൊഴിലുടമയ്ക്ക് വേണ്ടി റെഗുലറായി തുടർച്ചയായിട്ട്. ആൻഡ് ഗെറ്റ് സാലറി ഓർ വേജ്, അവർക്ക് തിരിച്ച് കിട്ടുന്ന എന്താണ്? വേജ് ഇൻ സാലറി ആയിട്ടോ കൂലിയായിട്ടോ ഇൻ റിട്ടേൺ ഓഫ് ദെയർ സർവീസ്. അവരുടെ സേവനത്തിന് അവർക്ക് കിട്ടുന്നത് ഒന്നുകിൽ അത് സാലറി എന്നുള്ള രൂപത്തിൽ മാസത്തിലോ ആഴ്ചയിലായിരിക്കും, അല്ലെങ്കിൽ കൂലി ദിവസം കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ആണ് എംപ്ലോയ്മെൻറ്റ്, തൊഴിലെന്ന് അറിയപ്പെടുന്നത്.
തൊഴിൽ എന്താണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് കൂടി നമ്മൾ പഠിക്കണം വേണ്ടേ? ഫസ്റ്റ് വൺ, കോൺട്രാക്റ്റ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ. ശരിയാണല്ലേ? എന്താണ്? എംപ്ലോയിയും തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള ഒരു കരാറാണ്. കാരണം ഇത്ര സമയം വരെ നീ ജോലി ചെയ്താൽ നിനക്ക് ഞാൻ ക്യാഷ് തരാം. അതവർ പറഞ്ഞിട്ടില്ലെങ്കിലും ആ രൂപത്തിലാണ് ആ വർക്ക് നടക്കുന്നത് അല്ലേ? ദെൻ എംപ്ലോയി ഗെറ്റ് സാലറി ഓർ വേജസ്. കിട്ടുന്നത് എന്താണ് എംപ്ലോയിക്ക്? ഒന്നുകിൽ സാലറി ആയിരിക്കും, അല്ലെങ്കിൽ കൂലി എന്നുള്ള രൂപത്തിലായിരിക്കും. ശമ്പളം അല്ലെങ്കിൽ കൂലി ഈ രൂപത്തിലാണ് അവർക്ക് കിട്ടുന്നത്. പിന്നെ റെഗുലാരിറ്റി ഇൻ സർവീസ്, അതിലൊരു തുടർച്ചയുണ്ട്. ദെൻ ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ബൈ ദി എംപ്ലോയർ. അതിനൊരു ഇപ്പം നമ്മുടെ പ്രൊഫഷനിൽ പറഞ്ഞ മാതിരി സ്പെഷ്യലൈസ്ഡ് നോളജ് ഒന്നും വേണ്ട. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള നോളജ്, അതായത് MBBS LLB അങ്ങനത്തെ ബിരുദമൊന്നും വേണ്ട. പക്ഷേ അവർ ചെയ്യുന്ന തൊഴിൽ എന്താണോ ആ തൊഴിലിനുള്ള അറിവ് അയാൾക്കുണ്ടായിരിക്കണം. കാരണം ഒരു ജോലി, അയാൾ ചെയ്യുന്ന ജോലി അറ്റ്ലീസ്റ്റ് ഒരു കോൺക്രീറ്റിൻ്റെ വർക്കാണെങ്കിൽ ആ കോൺക്രീറ്റിലെ മിക്സിങ്ങിനെ കുറിച്ചിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് അയാൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുപോലെ അയാൾ ചെയ്യുന്ന ജോലി എന്താണോ ആ ജോലിയുടെ ക്വാളിഫിക്കേഷൻ, ആ വർക്ക് അറിയുന്ന ഒരാളായിരിക്കണം. അതാണ് അവരുടെ ക്വാളിഫിക്കേഷൻ. ക്ലിയർ? ഈ 3 കാര്യം പഠിച്ച സ്ഥിതിക്ക് നമ്മൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് പഠിക്കൽ നിർബന്ധമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇതുപോലെ 4 കോളം വരച്ചിട്ട് അതിൽ എഴുതിയാൽ മതി. ഫസ്റ്റ്, ബേസിസ് ഓഫ് ഡിഫറൻസ്. ഏതൊക്കെ ബേസിലാണ് ഡിഫറൻസ് നോക്കുന്നത്? ഒന്ന് നേച്ചർ ഓഫ് വർക്ക്, വർക്കിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട്, പ്രകൃതി. അതായത് ബിസിനസ് പറഞ്ഞാൽ പ്രൊഡക്ഷൻ, പർച്ചേസ് ഓഫ് സെയിൽസ്, ഗുഡ്സ് ആൻഡ് സർവീസ്, സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യണം. പ്രൊഫഷൻ എന്ന് പറഞ്ഞാലോ റെൻഡറിങ് ഓഫ് പേഴ്സണലൈസ്ഡ് എക്സ്പേർട്ട് സർവീസാണ്. അയാൾ വ്യക്തിപരമായിട്ടുള്ള സേവനമാണ് അയാൾ നടത്തുന്നത് അല്ലേ? ഒരു ഡോക്ടർ കൊടുക്കുന്ന സേവനം. എംപ്ലോയ്മെൻ്റ് ആണെങ്കിലോ പെർഫോമിങ് ദി വർക്ക്സ് അസൈൻഡ് ബൈ ദി എംപ്ലോയർ. ഒരു തൊഴിലുടമ ഏത് ജോലിയാണോ പറയണത് അത് അയാൾ ചെയ്യുന്നു. ഓക്കെ. ദെൻ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല ബിസിനസ്സിൽ. മിനിമം ക്വാളിഫിക്കേഷൻ ഈസ് റിക്വയർഡ് ഇൻ ബിസിനസ്. കുറഞ്ഞൊരു ക്വാളിഫിക്കേഷൻ, അത്യാവശ്യം ഒരു കണക്ക് കൂട്ടാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ തന്നെ ഒരു ബിസിനസ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതേസമയം പ്രൊഫഷൻ ആണെങ്കിലോ ഇൻ പ്രൊഫഷൻ സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് ട്രെയിനിങ് ഈസ് റിക്വയർഡ്. അത് നമ്മളതിൻ്റെ ഫീച്ചേഴ്സിൽ പഠിച്ചതാണ് അല്ലേ? ദെൻ എംപ്ലോയ്മെൻറ്റിൽ ഇൻ എംപ്ലോയ്മെൻറ്റ് ക്വാളിഫിക്കേഷൻ ഈസ് ഡിസൈഡഡ് ബൈ ദി എംപ്ലോയർ. തൊഴിലുടമ തീരുമാനിക്കുന്നതാണ് അയാളുടെ ക്വാളിഫിക്കേഷൻ. പിന്നെ അവർക്ക് കിട്ടുന്നതോ ബിസിനസ്സിനാണെങ്കിൽ പ്രോഫിറ്റ്, പ്രൊഫഷനാണെങ്കിൽ ഫീസ്, എംപ്ലോയർക്കാണെങ്കിൽ വേജ് ഓർ സാലറി. അടുത്ത റിസ്ക്, നഷ്ടസാധ്യത. ബിസിനസ്സിൽ നല്ല നഷ്ടസാധ്യത ഉണ്ട്. അതേസമയം പ്രൊഫഷനാണെങ്കിലോ ഒരു നഷ്ടം അവർക്ക് പ്രതീക്ഷിക്കണ്ട അല്ലേ? അവർക്ക് കറക്റ്റ് ഫീസ് കിട്ടും. ദെൻ എംപ്ലോയ്മെൻറ്റിലോ ഇമ്പോസിബിൾ, ഒരു റിസ്ക്കും ഇല്ല അല്ലേ? നേരെ പോയി തൊഴിലുടമ പറഞ്ഞ ജോലി ചെയ്ത് തിരിച്ചു പോകുന്ന ക്യാഷ് അയാൾക്ക് റെഡിയാണ് ആ ടൈമിനെടുത്താൽ. ദെൻ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. അടുത്ത ബേസ്, ഉടമസ്ഥാവകാശം മാറ്റാൻ പറ്റുമെന്ന്. ബിസിനസ്സിനാണെങ്കിൽ നമ്മുടെ ഷോപ്പ് ഒരാൾക്ക് കൊടുത്താൽ ഉടമസ്ഥനായ വാങ്ങിയ ആളായിരിക്കും. പ്രൊഫഷനാണെങ്കിൽ ഒരിക്കലും സ്വന്തം പ്രൊഫഷൻ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുമോ? നോ, ഇമ്പോസിബിൾ. ദെൻ എംപ്ലോയ്മെൻറ്റിലോ അതും പറ്റില്ല. ദെൻ ലാസ്റ്റ് ഡിഫറൻസ് പറഞ്ഞാൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ്, അതായത് പെരുമാറ്റച്ചട്ടം. ഇൻ ബിസിനസ് ദർ ഈസ് നോ കോഡ് ഓഫ് കണ്ടക്റ്റ് ടു ബി ഫോളോഡ്. ബിസിനസ്സിൽ അങ്ങനെ പ്രത്യേകമായിട്ടൊരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഒന്നുമില്ല. അതേസമയം പ്രൊഫഷനാണെങ്കിൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്. നേരെ മറിച്ച് നമ്മൾ എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ആ എംപ്ലോയർ പറയുന്ന പെരുമാറ്റച്ചട്ടമാണ്. ഇത്ര സമയം എന്ന് പറഞ്ഞാൽ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ജോലിക്ക് വരണം, ഇത്ര സമയം കഴിഞ്ഞിട്ട് ജോലി നിർത്തണം, അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് നിർത്താൻ പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് അങ്ങനെ തൊഴിലുടമ എംപ്ലോയർ എന്താണോ പറയുന്നത് അതാണ് അവരുടെ കോഡ് ഓഫ് കണ്ടക്റ്റ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. നമ്മൾ പ്രൊഫഷനും എംപ്ലോയ്മെൻറ്റും ഒക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ട്രാക്കിലേക്ക് നമ്മൾ കയറാണ് ബിസിനസ്സിൻ്റെ ഫീച്ചറൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. ഇനി നമ്മൾ ബിസിനസ്സിനെ കുറിച്ചിട്ട് മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പഠിക്കുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ. ഈ ഒരു പിക്ചർ, ഈ ഒരു ഗ്രാഫ് നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ഗ്രാഫ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഇതിൽ വെച്ചിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റും. അതായത് എ പിക്ചർ റെപ്രസെൻറ്റ് 1000 വേർഡ്സ് എന്നാണ് പറയണത്. എന്നങ്ങനെ പറഞ്ഞാൽ ഒരു പിക്ചർ 1000 വാക്കുകൾക്ക് തുല്യമാണ്. കാരണം അത് പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മളൊരു പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാം. പക്ഷേ എഴുതി വായിക്കണേക്കാളും നമുക്ക് എളുപ്പതാണ്
അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പിക്ചർ നന്നായിട്ട് പഠിക്കുക എല്ലാവരും കേട്ടോ. നോട്ടിലൊന്ന് എഴുതി വെക്കുക. എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി. ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, ഓരോന്നിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ ബിസിനസ്സിനെ ക്ലാസിഫൈ ചെയ്തു. ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ഇൻഡസ്ട്രിയെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടെറിഷറി. കൊമേഴ്സിന് അതുപോലെ ട്രേഡ് ആൻഡ് ഓക്സിലറി ട്രേഡ് ഓർ എയ്ഡ്സ് ടു ട്രേഡ്, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തു. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നിനും കുറിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഡസ്ട്രി എന്താ മലയാളം? വ്യവസായം. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി, ഇതൊരു സാമ്പത്തിക പ്രവർത്തനമാണ്. വിച്ച് ആർ കൺസേൺഡ് വിത്ത് കൺവേർഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ടു യൂസ്ഫുൾ ഗുഡ്സ്. ഇതങ്ങനെ പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യാണ്. അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സാമ്പത്തിക പ്രവർത്തനം. അതായത് ഇറ്റ് ഈസ് ആൻ ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് വിച്ച് ആർ കൺസേൺഡ് വിത്ത് കൺവേർഷൻ ഓഫ് റിസോഴ്സസ്, അതായത് അസംസ്കൃത വസ്തുക്കളൊക്കെ ഇൻ ടു യൂസ്ഫുൾ ഗുഡ്സ്, ഉപയോഗപ്രദമായ ഉൽപ്പന്നമാക്കുക. അതായത് റോ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഇൻഡസ്ട്രി, വ്യവസായം. അല്ല ഇൻഡസ്ട്രിയൽസ് എന്നൊക്കെ പറയല്ല നമ്മളെ. അവിടെ ഇങ്ങനത്തെ വർക്കുകളാണ്, അതായത് പ്രൊഡക്ഷനാണ് അവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇൻഡസ്ട്രിയിൽ. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി ഓർ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഇൻഡസ്ട്രി, ഇൻഡസ്ട്രിയുടെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പ്രൈമറി ഇൻഡസ്ട്രി, ദെൻ സെക്കൻഡറി ഇൻഡസ്ട്രി, തേർഡ് വൺ ടെർഷ്യറി ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രിയിൽ വീണ്ടും ക്ലാസിഫൈ ചെയ്തു ജനറ്റിക് ഇൻഡസ്ട്രി ആൻഡ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. ഓക്കെ. സെക്കൻഡറി ഇൻഡസ്ട്രി അതുപോലെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ഉൽപ്പാദനവും കൺസ്ട്രക്ഷൻ, നിർമ്മാണം. ദെൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. ഇങ്ങനെ ഈ രൂപത്തിൽ ഇൻഡസ്ട്രിയെ മാത്രം ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതിന് കൊമേഴ്സിനെ കൂടി ക്ലാസിഫൈ ചെയ്യുന്ന വലിയൊരു ഗ്രാഫാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നത്. ആ ഗ്രാഫ് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ ഷുവറാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഏത് രൂപത്തിൽ ഇവിടുന്ന് എസ്സേ ചോദിക്കാം. ഈ ഇൻഡസ്ട്രി മാത്രം ഈ രൂപത്തിൽ തന്നെ ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എസ്സേ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ആ സമയത്തൊക്കെ എഴുതാൻ പറ്റുന്ന ഈ ഒരു പിക്ചർ നിങ്ങളെ മൈൻഡിലുണ്ടായാൽ മതി. ഓക്കെ. പ്രൈമറി ഇൻഡസ്ട്രി. ഫസ്റ്റ് വൺ പ്രൈമറി ഇൻഡസ്ട്രി. Industries engaged in the extraction, production of natural resources and reproduction and development of living organism, plants, etc. എന്താ അങ്ങനെ പറഞ്ഞാലേ? ഇൻഡസ്ട്രീസ് എൻഗേജ് ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്, അതായത് പ്രകൃതി വിഭവങ്ങൾ കുഴിച്ചെടുക്കുകയും ഉൽപ്പാദനം നടത്തുകയും ചെയ്യുന്ന, അതുപോലെ ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയും മറ്റും പുനരുൽപ്പാദനം, റീപ്രൊഡക്ഷൻ, അതിൻ്റെ വികസനവും അതിൻ്റെ ഡെവലപ്മെൻറ്റും ഇവയൊക്കെ ഏർപ്പെടുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് പ്രാഥമിക വ്യവസായം. പ്രകൃതി വിഭവങ്ങൾ പുറത്തെടുക്കുകയും ഉൽപ്പാദനം നടത്തുകയും ചെയ്യുക, അതുപോലെ ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയും മറ്റും പുനരുൽപ്പാദനവും വികസനവും നടത്തുക എന്നീ കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന വ്യവസായങ്ങളെ പ്രാഥമിക വ്യവസായമെന്ന് പറയും. പ്രൈമറി ഇൻഡസ്ട്രിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആൻഡ് ജനറ്റിക് ഇൻഡസ്ട്രി. പ്രകൃതിജന്യ വ്യവസായവും ജൈവശാസ്ത്ര വ്യവസായം എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്റ്റ് പ്രോഡക്റ്റ് ഫ്രം നാച്ചുറൽ റിസോഴ്സ്, അതായത് എക്സ്ട്രാക്റ്റ് ഈ പറഞ്ഞാൽ പ്രകൃതിയിലെ റിസോഴ്സുകൾ പുറത്തെടുക്കുക, കുഴിച്ചെടുക്കുക, ഇത്തരം പ്രവർത്തനങ്ങളാണ്. അതായത് എക്സ്ട്രാക്റ്റ് പ്രോഡക്റ്റ് ഫ്രം മണ്ണ്, വായു, ജലം തുടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളിൽ നിന്ന് സാധനങ്ങൾ പുറത്തെടുക്കുന്ന പ്രവർത്തനത്തെ പ്രകൃതിജന്യ വ്യവസായം എന്ന് പറയും. ഞാനൊരു എക്സാമ്പിൾ പറയാം, അപ്പം കൂടുതൽ മനസ്സിലാവും. മൈനിങ്, ഖനനം, കുഴിച്ചെടുക്കുക. ദെൻ ഫാമിങ്, കൃഷി, ഫിഷിംഗ്. ഓക്കെ, ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. ഇനി സെക്കൻഡ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ജനറ്റിക് ഇൻഡസ്ട്രി, ജൈവശാസ്ത്രപരമായ വ്യവസായം. ദീസ് ഇൻഡസ്ട്രീസ് ആർ എൻഗേജ്ഡ് ഇൻ ബ്രീഡിംഗ് ഓഫ് അനിമൽസ്, ബേർഡ്സ് ആൻഡ് പ്ലാന്റ്സ്. എന്താ അങ്ങനെ പറഞ്ഞാലേ?
അതായത് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും പ്രജനനത്തിലൂടെ അവയെ കൂടുതൽ പുനരുൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുവാനായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. അതായത് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം, ഡയറി ഫാം, പോൾട്രി ഫാമൊക്കെ. എന്താ ഡയറി ഫാമൊക്കെ? അതായത് കന്നുകാലി വളർത്തൽ. പിന്നെ ഈ ചെടികളൊക്കെ ഇല്ലേ, സസ്യങ്ങൾ, നഴ്സറികൾ, ചെടികൾ വളർത്തുന്നത്, പോൾട്രി ഫാം, കോഴി വളർത്തൽ, മീൻ വളർത്തൽ, ഇവയൊക്കെ നമ്മുടെ ജനറ്റിക് ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടും, ജൈവശാസ്ത്രപരമായ വ്യവസായങ്ങളിൽ. അതായത് അവർ ഒന്നുകിൽ റീപ്രൊഡക്ഷൻ നടത്തുക, അവയെ അല്ലെങ്കിൽ കൂടുതൽ തൈകൾ ഉണ്ടാക്കുന്നത്, ഇവയൊക്കെ ഇതിൽ ഉൾപ്പെടും. ഓക്കെ. ഇൻഡസ്ട്രീസ് ആർ എൻഗേജ് ഇൻ ദ ബ്രീഡിംഗ് ഓഫ് അനിമൽസ്, ബേർഡ്സ് ആൻഡ് പ്ലാന്റ്സ്. മൃഗങ്ങൾ മാത്രമല്ല, പക്ഷികളിലും ചെടികളിലും. ഓക്കെ. ഇനി പ്രൈമറി കഴിഞ്ഞു. ദെൻ സെക്കൻഡറി ഇൻഡസ്ട്രി, ദ്വിതീയ വ്യവസായം. ഇൻഡസ്ട്രീസ് വിച്ച് ആർ കൺസേൺഡ് വിത്ത് യൂസിങ് ദ മെറ്റീരിയൽ വിച്ച് ഹാവ് ഓൾറെഡി ബീൻ എക്സ്ട്രാക്റ്റഡ് ഓൺ ദ പ്രൈമറി സ്റ്റേജ് ആർ കോൾഡ് സെക്കൻഡറി ഇൻഡസ്ട്രി. അതായത് പ്രൈമറി സ്റ്റേജിൽ എക്സ്ട്രാക്റ്റ് ചെയ്ത വസ്തുക്കൾ, പ്രാഥമിക ഘട്ടത്തിൽ പുറത്തെടുത്ത വസ്തുക്കളെ ഉപയോഗിച്ച് വ്യവസായം നടത്താം. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ മൈനിങ്ങിലൂടെ, ഖനനത്തിലൂടെ, അല്ലെങ്കിൽ ഇരുമ്പയിര് കുഴിച്ചെടുത്തിട്ട് അതിനെക്കൊണ്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ വർക്ക്, അതായത് ഇരുമ്പിൻ്റെ സ്റ്റീലിൻ്റെ ഒക്കെ വർക്കുകൾ ചെയ്യുമ്പോൾ അതായത് ഇരുമ്പയിര് കുഴിച്ചെടുക്കുന്നത് പ്രൈമറി ഇൻഡസ്ട്രിയാണ്. ആ കുഴിച്ചെടുത്ത ഇരുമ്പയിര് എടുത്തിട്ട് നമ്മൾ ഇരുമ്പ് അങ്ങനത്തെ മെറ്റീരിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് പറയുന്ന പേരിൽ അത് സെക്കൻഡറി ഇൻഡസ്ട്രിയിലാണ് വരുന്നത്. ഓക്കെ. അതായത് ഓൾറെഡി ഹാവ് ബീൻ എക്സ്ട്രാക്റ്റഡ് ഓൺ ദ പ്രൈമറി സ്റ്റേജ്. സെക്കൻഡറി ഇൻഡസ്ട്രിയെ ക്ലാസിഫൈ ചെയ്തു. ഫസ്റ്റ് വൺ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, ഉൽപാദന വ്യവസായം. ഇൻഡസ്ട്രീസ് എൻഗേജ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ത്രൂ പ്രോസസ്സിംഗ് ഓഫ് റോ മെറ്റീരിയൽ ഓർ സെമി ഫിനിഷ്ഡ് മെറ്റീരിയൽ ആർ കോൾഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. അതായത് അസംസ്കൃത വസ്തുക്കളോ സെമി ഫിനിഷ്ഡ് ഗുഡ്സോ സംസ്കരിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യവസായങ്ങളെ ഉൽപാദനപരമായ വ്യവസായം എന്ന് പറയും. ഓക്കെ. ഈ ഉൽപാദനപരമായ വ്യവസായങ്ങളെ അതിൻ്റെ പ്രോഡക്റ്റിനനുസരിച്ചിട്ട്, അവരുണ്ടാക്കുന്ന ഉൽപാദനത്തിൻ്റെ പ്രവർത്തന രീതിക്കനുസരിച്ചിട്ട് അതിനെ വീണ്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ സെക്കൻഡറി ഇൻഡസ്ട്രിയെ രണ്ടായിട്ട്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ വീണ്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിനെക്കുറിച്ചിട്ട് ഓരോന്നും നമ്മൾ പറയാണ്. ഫസ്റ്റ് വൺ, അനാലിറ്റിക്കൽ ഇൻഡസ്ട്രി. This industry analyze and separate different elements from the same material. അതായത് ആ പേരിൽ അനാലിറ്റിക്കലാണ്, അനലൈസ് ചെയ്യാണ്. അനലൈസ് ആൻഡ് സെപ്പറേറ്റ്, മനസ്സിലാക്കി വേർതിരിച്ചെടുക്കുകയാണ്. ഡിഫറെൻ്റ് എലമെൻറ്റ്സ്, വ്യത്യസ്ത ഘടകങ്ങളാക്കി വേർതിരിക്കുകയാണ്. ഫ്രം ദി സെയിം മെറ്റീരിയൽ, ഒരു മെറ്റീരിയൽ തന്നെ ഒരുപാട് ഐറ്റംസുകളെ വേർതിരിച്ച് എടുക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് അനാലിറ്റിക്കൽ ഇൻഡസ്ട്രി. ഈ എക്സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓയിൽ റിഫൈനറി, അതായത് പിന്നെ നമ്മൾ എണ്ണ ശുദ്ധീകരണശാലയിൽ, അവിടെയെന്ന് പറഞ്ഞാൽ ആദ്യം ക്രൂഡ് ഓയിൽ കുഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, അതിനെ പിന്നെ പെട്രോളായിട്ടും ഡീസലായിട്ടൊക്കെ വേർതിരിച്ച് ലാസ്റ്റ് മണ്ണെണ്ണ വരെ ഓരോ അതിൻ്റെ ഐറ്റംസിനെ വേർതിരിച്ചെടുക്കണേ. ആദ്യം കുഴിച്ചെടുത്തത് എന്താണ്? ക്രൂഡ് ഓയിലാണ്. അതിനെ വീണ്ടും മറ്റു ഘടകങ്ങളാക്കി വേർതിരിച്ചെടുക്കുക, അനാലിറ്റിക്കൽ ഇൻഡസ്ട്രി. ഓക്കെ. സെക്കൻഡ് വൺ, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, അതായത് കൃത്രിമപരമായ വ്യവസായം. ദിസ് കൈൻഡ് ഇൻഡസ്ട്രി കമ്പൈൻസ് വേരിയസ് ഇൻഗ്രീഡിയൻസ് ഇൻ ടു എ ന്യൂ പ്രോഡക്റ്റ്. വ്യത്യസ്ത ഇൻഗ്രീഡിയൻസ്, എലമെൻറ്റ്സ് ഒക്കെ കൂട്ടിയിട്ട് ഒരു ന്യൂ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് സിമെൻറ്റ് ഇൻഡസ്ട്രി. ദിസ് കൈൻഡ് ഇൻഡസ്ട്രി കമ്പൈൻസ് വേരിയസ് ഇൻഗ്രീഡിയൻസ് ഇൻ ടു എ ന്യൂ പ്രോഡക്റ്റ്. അതായത് വിവിധങ്ങളായ ഘടകങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ഉൽപ്പന്നം ഉണ്ടാക്കുന്നു. അതിന് എക്സാമ്പിളാണ് സിമെൻറ്റ് ഇൻഡസ്ട്രി. സിമെൻറ്റിൽ ഒരുപാട് മെറ്റീരിയൽ ചേർത്തിട്ടാണ് സിമെൻറ്റ് എന്ന പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ. അനലിറ്റിക്കലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ അല്ലേ. അനലിറ്റിക്കലിൽ ഒരൊറ്റ പ്രോഡക്റ്റിൽ വ്യത്യസ്ത പ്രോഡക്റ്റുകളാക്കി മാറ്റുകയാണ്, വേർതിരിച്ചെടുക്കുകയാണ്. ഇത് ഒരുപാട് പ്രോഡക്റ്റുകൾ എടുത്തിട്ട് ഒരൊറ്റ പ്രോഡക്റ്റാക്കി ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്. ഓക്കെ. ഫോർത്ത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി, പ്രക്രിയാപരമായ വ്യവസായം. ഇറ്റ് ഇൻവോൾവ്സ് സക്സസീവ് സ്റ്റേജ് ഫോർ മാനുഫാക്ചറിങ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. എക്സാമ്പിൾ ഷുഗർ, പേപ്പർ ഇൻഡസ്ട്രി.
അങ്ങനെ പറഞ്ഞാലേ പൂർണ്ണ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതിന് ഉൽപ്പാദന പ്രക്രിയയിൽ ഉൾപ്പെടുന്ന വിവിധ നിർമ്മാണ ഘട്ടങ്ങൾക്ക് വേണ്ടി വരുന്ന വ്യവസായങ്ങൾ. ഇതിന് പറയുന്ന പേരാണ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. അതായത് ഷുഗർ ഫാക്ടറി, പേപ്പർ ഇൻഡസ്ട്രി ഒക്കെ ഈ പ്രോസസ്സിങ്ങിലൂടെയാണ് പ്രവർത്തനങ്ങളുടെ. അതായത് ഒരു കംപ്ലീറ്റ് ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഒരുപാട് ഉൽപ്പന്ന പ്രക്രിയ ഉൾപ്പെടും. ഇത്തരം ഇൻഡസ്ട്രിക്ക് പറയുന്ന പേരാണ് ഷുഗർ ഫാക്ടറി, പേപ്പർ ഇൻഡസ്ട്രി ഒക്കെ ഈ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിലാണ് ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് 4th ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. പേരിൽ തന്നെ ഉണ്ടല്ലേ, അസംബ്ലിംഗ്, കൂട്ടി യോജിപ്പിക്കുകയാണ്. ദിസ് ഇൻഡസ്ട്രി അസംബിൾസ് ഡിഫറെൻറ്റ് കോമ്പണൻറ്റ്സ് ഇൻ ടു എ ന്യൂ പ്രോഡക്റ്റ്. ഒരുപാട് കോമ്പണൻറ്റുകൾ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ന്യൂ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ്. അതിന് എക്സാമ്പിൾ നോക്ക്, കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി, കാർ ഇൻഡസ്ട്രിയിലൊക്കെ അല്ലേ, കമ്പ്യൂട്ടറിൽ അതിൻ്റെ മൗസ് വേറെ, പിന്നെ UPS വരെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പാർട്സുകൾ ജോയിൻ ചെയ്യാണ്. അതേസമയം കാർ ഇൻഡസ്ട്രിയിൽ ടയർ, പിന്നെ ഡോറ്, ഓരോ ഐറ്റംസും സെപ്പറേറ്റ് എലമെൻസുകൾ, കോമ്പണൻസ് അസംബിൾ ചെയ്തിട്ട് ഒരു ന്യൂ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അത്തരം ഇൻഡസ്ട്രിക്ക് പറയുന്ന പേരാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. ഈ ഓരോ ഇൻഡസ്ട്രിക്കും എക്സാമ്പിൾ പറയാൻ കാരണം, ഇതിൻ്റെ കൂടെ തന്നെ എക്സാമ്പിൾ പറയാൻ കാരണം ആ എക്സാമ്പിളിലൂടെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പല ഇൻഡസ്ട്രിയും പേരിലൂടെ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഗ്രാഫ് നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ ചില പേരുകൾ കേട്ടാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രൈമറിയിലെ രണ്ടാമത്തത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. കൺസ്ട്രക്ഷൻ, നിർമ്മാണ വ്യവസായം. നമുക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലേ. എന്താണ്? ഇൻഡസ്ട്രീസ് ഇൻവോൾവ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ്, നിർമ്മാണത്തിൽ ഏതൊക്കെ? ബിൽഡിംഗ്, റോഡ്സ്, ഡാം, ബ്രിഡ്ജ് എക്സെട്ര ആർ കോൾഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. അതായത് പാലം, ബിൽഡിങ്, റോഡ് ഇവയുടെയൊക്കെ കൺസ്ട്രക്ഷനെ ഉണ്ടാക്കുന്ന അത്തരം ഇൻഡസ്ട്രിക്ക് പറയുന്ന പേരാണ് നിർമ്മാണ വ്യവസായം ഓർ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ഇനി ഇൻഡസ്ട്രിയിലെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ടെർഷ്യറി ഇൻഡസ്ട്രി, തൃതീയ വ്യവസായം. ടെർഷ്യറി ഇൻഡസ്ട്രി. ഇൻഡസ്ട്രീസ് പ്രൊവൈഡിങ് സപ്പോർട്ട് സർവീസസ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആസ് വെൽ ആസ് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ട്രേഡ് ആർ കോൾഡ് ടെർഷ്യറി ഇൻഡസ്ട്രി. അതായത് ഇൻഡസ്ട്രീസ് പ്രൊവൈഡിങ് സപ്പോർട്ട് സർവീസ്, അതായത് പ്രാഥമിക വ്യവസായങ്ങൾക്കും ദ്വിതീയ വ്യവസായങ്ങൾക്കും സഹായമായ സേവനങ്ങൾ നൽകുന്ന വ്യവസായങ്ങളും കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും പറയുന്ന പേരാണ് ടെർഷ്യറി ഇൻഡസ്ട്രി. അപ്പോൾ നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ. ഈ പ്രൈമറി ഇൻഡസ്ട്രി അങ്ങനെ പെട്ടെന്ന് നമുക്ക് തുടങ്ങാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ക്യാഷ് വേണ്ടി വരും. ആ ക്യാഷ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. അപ്പോൾ നമ്മളെ സഹായിച്ചത് ആരാണ്? ബാങ്കാണ് അല്ലേ. ഇനി അതിനെന്തെങ്കിലും നഷ്ടം വന്നതിനെതിരെ നമ്മൾ ഇൻഷൂർ എടുക്കും. ഈ ഇൻഷൂർ ആരാ നമുക്ക് തരിക? ഇൻഷുറൻസ് കമ്പനിയാണ് അല്ലേ. ഇനി നമ്മൾ ഈ നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയത് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കണം, എന്നാലേ നമ്മളെ പ്രോഡക്റ്റ് വിൽപ്പന നടക്കുള്ളൂ. അതിന് നമ്മളെന്ത് വേണം? പരസ്യം ചെയ്യണം, വേണ്ടേ? അതൊരു ടെർഷ്യറി ഇൻഡസ്ട്രിയാണ്. അതേസമയം പിന്നെ ഈ ഉണ്ടാക്കിയ പ്രോഡക്റ്റൊക്കെ നമ്മൾ ഗോഡൗണിൽ സൂക്ഷിക്കേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ. അപ്പോൾ വെയർ ഹൗസിങ് അതുപോലെ ഒരു ടെർഷ്യറി ഇൻഡസ്ട്രിയാണ്. പിന്നെ ഇത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ, ഇതൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കണം, അത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം, അതൊരു ടെർഷ്യറി ഇൻഡസ്ട്രിയാണ്. അതേസമയം വാർത്താവിനിമയം, ഇത് ഓർഡർ കൊടുക്കണമെങ്കിൽ ത്രൂ മെയിൽ ഓർ ഫോൺ കോൾ, വാട്സപ്പ് അല്ലേ. ഇപ്പോൾ ഒക്കെ ഹോം ഡെലിവറി വാട്സപ്പിലൂടെയാണ് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതായത് പ്രൈമറി ഇൻഡസ്ട്രിയെയും സെക്കൻഡറി ഇൻഡസ്ട്രിയെയും, ഇൻഡസ്ട്രി പ്രൊവൈഡിങ് സപ്പോർട്ട് സർവീസ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രി, അവർക്ക് സർവീസ് കൊടുക്കുകയാണ്, സപ്പോർട്ടിങ് സർവീസ് കൊടുക്കുന്ന ഇത്തരം ഇൻഡസ്ട്രികൾക്ക് പറയുന്ന ബാങ്കിങ്, ഇൻഷുറൻസ്, അഡ്വർടൈസ്മെൻറ്റ്, പാക്കേജിങ്, കമ്മ്യൂണിക്കേഷൻ, വെയർ ഹൗസ്, ട്രാൻസ്പോർട്ടേഷനിലൊക്കെ നമ്മൾ പറഞ്ഞു ഇൻഷുറൻസ്, ഇവരൊക്കെ പറയുന്ന പേരാണ് ടെർഷ്യറി ഇൻഡസ്ട്രി. അപ്പം ഇന്നത്തെ ക്ലാസ്സിൻ്റെ കൺക്ലൂഷനായിട്ട് നമ്മൾ പറയുകയാണ്, ഏതൊക്കെയായിരുന്നു? നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റിയിൽ ബിസിനസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പ്രൊഫഷൻ എന്താണെന്ന് പറഞ്ഞു, പ്രൊഫഷൻ്റെ ഫീച്ചേഴ്സ്,
എംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, എംപ്ലോയ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, അതിൻ്റെയൊക്കെ ഡിഫറൻസ് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ എടുത്തത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് അല്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ്സിൽ നമ്മൾ ഏതൊക്കെ എടുത്തു? ഫസ്റ്റ് ആ ഗ്രാഫിൽ നോക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ഏതൊക്കെയായിരുന്നു? വ്യവസായം, വാണിജ്യം, ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ് അല്ലേ? ഇൻഡസ്ട്രി ക്ലാസിഫിക്കേഷൻസ്: പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടെർഷ്യറി ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രിയെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്നും ജനറ്റിക് ഇൻഡസ്ട്രി എന്നും ക്ലാസിഫൈ ചെയ്തു. സെക്കൻഡറിയെയോ മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി അല്ലേ? പിന്നെ മൂന്നാമത്തെ ടെർഷ്യറി ഇൻഡസ്ട്രി. ആ ഗ്രാഫ് നമ്മുടെ മൈൻഡിലുണ്ടാവുക. ആ ഗ്രാഫ് മൈൻഡിലുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൻ്റെ കൺക്ലൂഷൻ ഗ്രാഫിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.